ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ടേസ്റ്റി ചീര തോരൻ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഫ്രഷ് ആയിട്ടുള്ള പച്ച ചീരയാണ് അതിന് നമുക്ക് വേണ്ടത്. അപ്പോൾ വീഡിയോ കാണാമല്ലേ? ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മൾ പുതുതായിട്ട് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ചൂടായിട്ടുള്ള പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വരുമ്പോൾ വേണം നമുക്കതിലേക്ക് 5-6 ചുവന്നുള്ളി, 2 പച്ചമുളക്, 1 വറ്റൽമുളക്, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് വഴറ്റിയെടുക്കാനായിട്ട്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ഞാൻ ഗ്യാസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടെമ്പറേച്ചറിൽ വെച്ചിട്ട് വേണം നമുക്കിത് വഴറ്റിയെടുക്കാനായിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ ചേഞ്ചായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഗ്യാസ് ഫ്ലെയിം ലോ ചെയ്ത് കൊടുത്തിട്ട് വേണം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. ഇവിടെ ഇപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മഞ്ഞൾ ഇനി നന്നായിട്ട് മൂത്ത് വരണം. അത് കഴിയുമ്പോഴാണ് നമ്മളിതിലേക്ക് ചീര ചേർത്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ 1 കപ്പ് പച്ചച്ചീര നന്നായിട്ട് അരിഞ്ഞെടുത്തതാണ്. വളരെ തിന്നായിട്ട് അരിഞ്ഞെടുക്കണം. എന്നിട്ട് അതുകൂടെ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ 1 കപ്പ് ചീര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഉണ്ടായിട്ട് വരുമ്പോൾ ഇത് 1/2 കപ്പ് പോലും ഉണ്ടാവില്ല. വളരെ കുറച്ചായിരിക്കും നമ്മൾ ഉണ്ടാക്കി വരുന്ന ചീരത്തോരൻ്റെ അളവ്. അപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാനിത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നതിനനുസരിച്ചിട്ട് ചീരയുടെ അളവും കുറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഇത് ഏകദേശം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് വേണം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അതുവരെ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ചീര ഏകദേശം ഒന്ന് വെന്ത് ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിനകത്ത് എക്സ്ട്രാ വെള്ളമൊന്നുമില്ല. എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ചീരയൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള തേങ്ങ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ആ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ചീരയിലുള്ള വെള്ളം വറ്റിയിട്ട് വേണം നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇവിടെ ഇപ്പോൾ 1/2 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് പിന്നെയും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ തേങ്ങയും ഈ ചീരയും ഒക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മിനിറ്റ് സമയം ഇതൊന്ന് അടച്ച് വെച്ചേക്കാം. ആ ഒരു സ്റ്റീം എടുത്തിട്ട് തന്നെ ഇത് പെട്ടെന്ന് ഒന്നോടെ ഒന്ന് മിക്സായി കിട്ടും. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചീരത്തോരൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗ്യാസ് ഓഫ് ചെയ്യുക. നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമുക്കിത് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിരിക്കും ഏറ്റവും ടേസ്റ്റ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത്ര സിമ്പിളായിട്ടുള്ള റെസിപ്പി നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം വേറൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.